ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കി. കാല് നിലത്ത് കുത്തി. അങ്ങനെ ചവിട്ടാവുള്ളൂ. കാല് ഇത് കണ്ട മേഡം ഇപ്പൊ ഇങ്ങനെ ചവിട്ടുന്നത്. ഇങ്ങനെ ചവിട്ടണ്ട, ഇങ്ങനെ. ഓക്കെ ആണ്. ആക്സിലേറ്റർ ബ്രേക്കിൽ വന്ന്, ആക്സിലേറ്റർ വന്ന്. അതേ നോക്കണ്ട. ആക്സിലേറ്ററിലൊന്ന് വന്ന്, ബ്രേക്കിലൊന്ന് വന്ന്, ആക്സിലേറ്ററിലൊന്ന് വന്ന്. ഇപ്പൊ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ചവിട്ടി താഴ്ത്ത് കഴിഞ്ഞ് അതും വേണ്ട, വെറുതെ അവിടെ വന്നാൽ മതി. പ്രസ്സും വേണ്ട, അവിടെ നിന്ന് വന്നാൽ മതി. ബ്രേക്കിൽ വന്ന് കുറച്ചുകൂടെ ബാക്കിൽ പോയിരിക്കും. അപ്പോൾ പോയിക്കും, ബാക്കിലോട്ട് പോയിക്കും. ഓക്കെ അല്ലേ? ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ബ്രേക്കിലൊന്ന് കാല് വന്നേ. ഒന്ന് നോക്കിയാൽ മേഡം, ബ്രേക്കിന് പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് കാലിരിക്കേണ്ടത് ബ്രേക്കിൽ. ഓക്കെ, മേഡത്തിന് ആക്സിലേറ്റർ വേണമെങ്കിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ മതി, അത്രേ ഉള്ളൂ. ബ്രേക്കിൽ വാ. ഓക്കെ ആണ്, അത്രയും പ്രഷർ വേണ്ട. ഒന്നുകൂടെ ഒന്ന് ബ്രേക്കിൽ വന്ന് നോക്കണ്ട, അതായിട്ട് ഒന്ന് ആക്സിലേറ്ററിലൊന്ന് കൊണ്ടുപോയിക്കും. താഴ്ത്തുകയും വേണ്ട, ഒന്ന് അവിടെ വന്നാൽ മതി ആ കാല്. ബ്രേക്കിൽ വന്ന്, ആക്സിലേറ്ററിൽ വന്ന്, അത്രേ ഉള്ളൂ. കണ്ട, ആ പെടലാണെന്ന് വേണം തിരിച്ചറിഞ്ഞാൽ മതി. ബാക്കി നമ്മുടെ മനസ്സാ, വേഗത വേണോ വേണ്ടേ, അതൊക്കെ നമ്മുടെ മനസ്സിനനുസരിച്ചാണ് നീങ്ങണ്ട. ബ്രേക്കിൽ ഒന്ന് വന്ന് പ്രസ് ചെയ്ത് ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്ന്, അത്രേ ഉള്ളൂ. ഓക്കെയാണ്, ഇരിക്കുന്നത് ഓക്കെയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെയാണ്. ഇനി സ്റ്റിയറിംഗ് താഴ്ത്തുവോ പൊക്കോ എന്തെങ്കിലും വേണം? ഇവിടെ ലോക്ക് ഉണ്ട്, ഇത് വേണ്ട. ഒന്ന് ഈ വിരലകത്തേക്ക് ഇൻസെർട്ട് ചെയ്ത് എന്നിട്ട് താഴോട്ട് വലിച്ചത് ബലം കൊടുക്ക്. അങ്ങനെ ഇത് വേണ്ട, ഇത്രേ വരത്തുള്ളൂ. ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ഉള്ളം കൈ ഉണ്ട്, ഉള്ളം കൈ ഉണ്ട്. അതെ, ഇതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട്. മറ്റേ കുറച്ചുകൂടെ ഉയർന്നല്ലേ ഇരുന്ന്. കംഫർട്ടാണോ? ഇനി ലെഫ്റ്റിലേക്കൊന്ന് വെറുതെ തിരിച്ചു, റൈറ്റിലേക്കൊന്ന് തിരിച്ച് മതി. നേരെ ആക്കിക്കാന്ന് മതി. റൈറ്റിലേക്കൊന്ന് തിരിച്ച് വേണം. സ്വയം എന്ന് ചിന്തിച്ച് ലെഫ്റ്റ് തിരിച്ച പോലെയാണോ റൈറ്റ് തിരിക്കുന്നത്? ഒന്ന് ലെഫ്റ്റ് ഒന്ന് തിരിച്ച്, ഫുള്ള് തിരിച്ച് സ്മൂത്തായിട്ട്. അത് ഒരിടത്തും നിൽക്കുക, തിരിക്ക്. ഒരിടത്തും നിർത്താതെ വേണം തിരിച്ചിട്ടുണ്ട്. റൈറ്റ് ഒന്ന് തിരിച്ച് ഇങ്ങനെ കണ്ട, ഒന്ന് സ്റ്റോപ്പ് ഇട്ടാ നിൽക്കുന്നത്, തിരിയുന്നത്. അതെ, അത്രേ ഉള്ളൂ. ലെഫ്റ്റ് തിരിച്ച്, അത്രേ ഉള്ളൂ. റൈറ്റ് ഒന്ന് തിരിച്ച്, അത് തന്നെ. കറങ്ങട്ടെ, കറങ്ങട്ടെ. ഇനി വീല് സ്ട്രെയിറ്റ് ആക്കിക്ക്. ഇപ്പൊ വണ്ടി സ്ട്രെയിറ്റ് ആക്കണമെങ്കിലേ മതി മതി മതി. ഓക്കെയാണ് ഇരിപ്പം. ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഇനി മാഡത്തിന് ഈ വണ്ടിയെ പറ്റി അറിയാവുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി വണ്ടി സ്റ്റാർട്ട്. ഡ്രൈവ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്യണം. ബ്രേക്ക് എൻഗേജ് ആക്കണം. എന്നാൽ ബ്രേക്ക് എൻഗേജ് ചെയ്ത് എന്നിട്ട് ഡ്രൈവിലേക്ക് ആക്കി. ആയില്ലേ? ഇനി എന്തുവാ ഉള്ളത് ഓഫ് ചെയ്യാനായിട്ട്? ഹാൻഡ് ബ്രേക്കിന്റെ ഒരു വാർണിംഗ് ലൈറ്റ് അവിടെ തെളിഞ്ഞ് കിടപ്പില്ലേ, അതങ്ങ് ഓഫ് ചെയ്ത് കേട്ടാ. ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്തേ മേഡം, ഒന്ന് ഓഫ് ചെയ്തേ. അത്രയും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് ഉയർത്തണം, എന്നിട്ട് പ്രസ് ചെയ്യണം. കണ്ടാ? ഇനി ഒന്ന് ഓൺ ആക്കിക്കേ. ഓക്കെ, ഒന്ന് ഓഫ് ചെയ്തേ. അത് പറഞ്ഞല്ലോ, ഇനി മറക്കൂലല്ലോ. നമുക്ക് പോവാം. വേണം പറ. ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ എവിടെ ശ്രദ്ധിക്കണം? ഇൻഡിക്കേറ്റർ ഇടണം. മിറർ രണ്ടും ഓക്കെയാണ്, കാണാവാ. ന്യൂട്രലാക്ക്, ന്യൂട്രലാക്ക്, ന്യൂട്രലാക്ക്. ധൃതി ഒന്നും വേണ്ട, ടെൻഷനും വേണ്ട. പതിയെ ഒരു മയത്തിൽ വേണം ന്യൂട്രല്. ഹാൻഡ് ബ്രേക്ക് ഓണാക്കി, പ്രസ് ചെയ്യണ്ട ഹാൻഡ് ബ്രേക്ക് ഓണാക്കാൻ. ഇനി ആ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. ഏത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെലക്ട് ആയില്ല, ഒന്നുകൂടെ നീക്ക്. ബാക്കി ഔട്ട് സൈഡ് കാണാമല്ലോ. എനിക്കറിയാൻ പറ്റില്ല. അതിന്റെ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടി മതി, ബാക്കി ഔട്ട് സൈഡ്. അല്ലേ? റൈറ്റ് മിററും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ തിരിച്ചു വെച്ചതാ, എനിക്കൊന്ന് കാണാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാഡത്തിന് ഫ്രീ ആക്കി തന്നേക്കാതെ. നമുക്ക് പോവാം ഇവിടുന്ന്. എന്നാൽ ഡ്രൈവിലേക്ക് മാറി.
ഡ്രൈവ് ഡ്രൈവിലേക്ക്. സമാധാനമാണ് ലോകം കണ്ട. ഞാൻ നിങ്ങളെ ഇന്നലെ വിളിച്ചത് എത്ര പേടിച്ചാന്ന് വിളിച്ചപ്പോഴേ പേടിയായിരുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു. ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടോ മേഡം? ഇല്ല. ഇപ്പൊ ഫ്രണ്ട് നോക്കി വണ്ടി ഇറക്കി കൊണ്ടുപോകും റോഡിലേക്ക്. അത്രയും വേണോ മേഡം? നേരെ സ്ട്രെയിറ്റ് ചെയ്ത് പോകാം. ആക്സിലേറ്റർ വേണ്ട കേട്ടോ മേഡം. നമ്മളൊരു ടേൺ എടുത്തിട്ട് ഇറങ്ങുക റോഡിലേക്ക്. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒതുക്കി നിർത്താവോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി നിർത്തി. ഒന്ന് ന്യൂട്രലാക്കുക. ന്യൂട്രൽ ക്ലിയർ. സമാധാനമായിട്ട്. അതൊന്നും അല്ല. ഹാൻഡ് ബ്രേക്ക് ഓണാക്കി. ഹാൻഡ് ബ്രേക്ക്. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഒരു കുഴപ്പമില്ല മേഡത്തിന്, ഒരു കുഴപ്പമില്ല മേഡം. പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുന്നുണ്ട് മേഡം. അറിയാം വെപ്രാളം. മേഡം ഇപ്പൊ ചെയ്യുന്ന ആ സ്പീഡിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പതുക്കെ ആക്കാൻ പറ്റുമോ? ഇപ്പൊ ആ ഗിയറിന് വേണ്ടി തന്നെ മേഡം എന്താ ചെയ്ത? ചുമ്മാ അതിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേറ്റ് ചെയ്യാ ചെയ്തത്. അത് വേണ്ട. കുറെ കൂടെ സമാധാനമാക്കും. വണ്ടി നിർത്തി ബ്രേക്കിൽ നിൽക്കുന്ന വണ്ടിയാ. ഒന്നും സംഭവിക്കാൻ പോകില്ല ബ്രേക്ക് വിടാതെ. അപ്പൊ സമാധാനമായിട്ട് ഇതിനെ ന്യൂട്രലാക്കുക. ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്യുക. ആ ചെയ്ത കാര്യങ്ങളെല്ലാം കുറച്ച് സമാധാനാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പുറത്ത് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ മേഡം എന്തായെന്ന് അറിയാം, ഒരു ടേൺ എടുത്തിട്ട് ബ്രേക്ക് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് പോകാനാ നോക്കിയ. അതും വേണ്ട. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ടേൺ എടുത്താൽ മതി. ഇപ്പൊ വേണ്ട. ഇപ്പൊ ഈ വണ്ടിക്ക് ടേൺ എടുക്കാതെ പുറത്തു പോകാൻ പറ്റില്ല. നേരത്തെ നമ്മൾ നിന്നെടുത്ത് ടേണിന്റെ ആവശ്യം ഇല്ലായിരുന്നു. കാരണം ഓപ്പൺ ആയിരുന്നു ഈ റോഡ്. ഈ സൈഡ് ഓപ്പൺ ആയിരുന്നു. ത്രൂ ഓടിയിട്ട് പതിയെ ബെൻഡ് ചെയ്ത് റോഡെ ഇറങ്ങായിരുന്നു മേഡത്തിന്. മേഡം അവിടെ ടേൺ എടുത്തപ്പോൾ പുറകിൽ വരുന്ന ഒരാളെ ബ്ലോക്ക് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ പുറകിൽ വരുന്ന ആളെ ബ്ലോക്ക് ചെയ്യാതെ മേഡത്തിന് പുറത്തു പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് സൈഡിൽ കിടക്കുക, മുന്നിലേക്ക് പോകാൻ റോഡില്ല. ആ സാഹചര്യം നോക്കിയിട്ട് ചെയ്യുന്ന കാര്യം കുറച്ച് പതുക്കിയാക്കിയാൽ മതി. റൈറ്റ് ഇൻഡിക്കേറ്റർ. അതാ അപ്പുറത്തൊക്കെ അല്ല മേഡം. ഇപ്പോഴും സ്വയം ശ്വാസം വലിച്ച് ടെൻഷൻ കയറ്റുന്നതാണ്. സ്വയം പാനിക് ആവുക മേഡം. അതിന്റെ ആവശ്യമില്ല മാം. ഫ്രീ ആയിട്ടിരിക്കേ. ആദ്യം ഡ്രൈവ് വലിച്ചൊടിക്കാത്ത രീതിയിൽ പതുക്കെ ഇടും. അത്ര നോക്ക് എവിടെയാ ഡ്രൈവ്. ഇനി എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്കിനെ ഓഫ് ചെയ്ത് കൊടുക്കും. ഇപ്പോഴും ഞാൻ പറയാ, വണ്ടിക്ക് ആക്സിലേറ്റർ വേണ്ട. ബ്രേക്ക് ലൂസ് ചെയ്ത് ബാക്ക് നോക്കി ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് ഇറക്കി എടുക്കും വണ്ടിയെ. ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി മൂവ്മെന്റ് എടുത്തോളൂ. റൈറ്റിലേക്ക്. ഇത് ഇവിടെ മാത്രം നോക്കി റോഡ് എടുക്കും വണ്ടി. ഈ സ്ഥലം റോഡിൽ കിട്ടുന്നതനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്ത് കൊണ്ടുപോകാം. ഇല്ല വേണ്ട. എന്തിനാ? വണ്ടി മൂവ്മെന്റ് കിട്ടുന്നില്ലെങ്കിൽ ഉപയോഗിച്ചാൽ മതി മേഡം. മാം ഓടി മാറാനായിട്ട് നോക്കുന്ന ഈ ആക്സിലേറ്റർ കൊടുക്കുന്നത് മനസ്സിലായ? പുറകിൽ നോക്കി നമുക്കൊരു ഓട്ടം ഇല്ല മുന്നോട്ട്. നമ്മൾ നേരെ ഓടുമ്പോൾ മുന്നോട്ട് തന്നെ നോക്കി ഓടാണ്. ബാക്കിലേക്ക് നോക്കരുത്. ബാക്ക് വരികയോ പോകുകയോ അതാണ്. ഫ്രണ്ട് മാത്രം നോക്കി തിരിച്ച് കൊണ്ടുവന്ന്. നാട്ടുകാരെ ഒന്നും മേഡം നോക്കണ്ട. ഈ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കി വണ്ടിയെ തിരിക്കുക, നിർത്തുക. അതിൽ അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ അതുണ്ട്. അയാൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും മേഡം. സ്വയം ഭാരം കയറ്റുക. ആക്സിലേറ്റർ അത്ര വേണ്ട. ഇപ്പൊ ചെയ്ത അതേ കാര്യം തന്നെ ബ്രേക്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേരും. അപ്പൊ വണ്ടിയുടെ സ്പീഡ് കുറയും. നമുക്കൊന്ന് ഒതുക്കി നിർത്താം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഒതുക്കിക്കുക. ഒരുപാട് മുന്നോട്ട് പോവാത്ത രീതിയിൽ സൈഡ് ഒതുക്കി കൊണ്ടുവന്ന് ലെവൽ ചെയ്ത് നിർത്തിക്കുക. ഇപ്പോഴും പറ, വെറുതെ പാനിക്കായതല്ലേ? ആ പുറകിൽ ഒരാളെ കണ്ട് ടെൻഷൻ അടിച്ച്. ഇത് നോക്കിക്കാം മേഡം, ഇതൊരു ക്യൂ ആണ്. നമ്മൾ മുന്നിൽ പോകുന്നത്രയും കാലം നമ്മളെ ഇടിച്ചിട്ടിട്ടോ അല്ലെ തള്ളിയിട്ടിട്ടോ ഒരാൾ പോകുമോ? അപ്പൊ അയാളെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് വേണ്ടുന്ന സ്പേസ് വരുമ്പോൾ അയാൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളും. നമ്മൾ അയാൾക്കൊരു വഴി ഒരുക്കി കൊടുക്കാൻ നോക്കുന്നതാ പ്രശ്നം. മേഡം അയാളെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന ആളെ മേഡത്തിന്റെ മനസ്സിൽ കിട്ടില്ല. കാരണം ശ്രദ്ധ മുഴുവൻ അവിടെയാ. അത് വേണ്ട. അയാൾക്ക് പോകണം, അത്യാവശ്യമാണ്. അയാൾ ഹോൺ അടിച്ച് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അയാൾക്ക് സ്ഥലം ഒരുക്കി കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അത് ഏത് വണ്ടിയാണെന്ന് നോക്കിയിരിക്കണ്ട. അയാൾക്കൊരു വഴി ഒരുക്കാനും ശ്രമിക്കണ്ട മേഡം. നമ്മുടെ കാര്യം മാത്രം മുന്നിൽ നമുക്ക് എന്താണോ അത് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെയാണ്. നമുക്കൊരു ബെൻഡ് എടുക്കേണ്ടി വന്നാൽ മാത്രമേ പുറകിലുള്ള ഒരാളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം നിലവിൽ പോകാം നമുക്ക് വീണ്ടും. റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. മേഡം ഇവിടെ ഇല്ല, പതിയെ ഇവിടെ ഉണ്ട്. നമുക്കൊരു പണി ആദ്യമേ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങിയാൽ അതായിരിക്കും നല്ലത്. റിലാക്സ് ആവുന്നത്.
തണുത്ത എന്തെങ്കിലും കഴിച്ചാലാ? ആ കൊക്കക്കോള പെപ്സിയാ. നമുക്ക് പോവാം. ഇപ്പൊ ബാക്കിൽ നോക്ക്, വണ്ടി ഉണ്ടോ? ഇനിയുണ്ടോ? ഇല്ല. പതിയെ പതിയെ ഇറങ്ങിക്കും. ആക്സിലേറ്റർ വേണ്ട, ഫ്രണ്ട് നോക്കി നോക്ക്. ഹാൻഡ് ബ്രേക്കിന്റെ എന്തെങ്കിലും ലൈറ്റ് ഉണ്ടോ? ഇല്ല. ഫ്രണ്ട് നോക്കി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇറങ്ങിക്കും. ആ മതി. അപ്പൊ വെയിറ്റ് ചെയ്തോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ഷമയാണ് ഏറ്റവും വലുത്. അവൻ അവിടെ ഒതുങ്ങിയാണ്ടാ. നോക്കി നോക്കി പോയിക്കോ. ബ്രേക്ക് ഫ്രീ ആക്കി ഇറങ്ങി കൊടുക്കും. ഇനി ഫ്രണ്ട് നോക്ക്. തിരിക്കണ്ട വേണ്ട. റോഡ് ഓൾറെഡി കിട്ടി. ലെവൽ ചെയ്ത് വന്നാ മതി. ഇപ്പോഴും ചുറ്റുവട്ടാണ് മേഡം നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വിഷ്വൽ എടുക്കാതെ. അത് എടുക്കുന്നത് നമ്മളത് വേഗത കുറച്ചേക്ക്. ഒന്ന് ബ്രേക്കിൽ വന്നാൽ മതി. ഒന്നുമില്ല മാം. കണ്ടാ, ഇത് നമ്മുടെ സ്ഥലമാണ്. ഇങ്ങോട്ട് പതിയെ. ആക്സിലേറ്റർ ശരിക്കും ചവിട്ടി താത്തു. അത്രയും താത്തണ്ട മേഡം. ഇത് നോക്ക്, നമുക്കിത് ഉപയോഗിക്കണ്ടല്ലേ. ഇത്തിരി ക്ഷമ കാണിക്കും. മേഡത്തിന് ഒരു പോറൽ പറ്റാൻ ഞാൻ തിരിച്ചുകൊണ്ടത് വീട്ടിലാക്കി തരാം പോരെ. ധൃതി പിടിക്കരുത് ആവശ്യമില്ലാതെ. മേഡത്തിനെതിരെ ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ വേഗത കുറച്ചു. അയാൾക്ക് വേണ്ടി വഴിയൊന്നും ഒരുക്കണ്ട, വേഗത കുറച്ച് കൊടുത്തേക്ക്. സ്പീഡ് ഇത്ര വേണ്ട കേട്ടാ. നമുക്ക് എന്നാൽ ലെഫ്റ്റ് മാത്രം നോക്കി പതിയെ ഒരു ടേൺ എടുക്കും. സത്യത്തിൽ ഒരു കുഴപ്പമില്ല. അനാവശ്യം എപ്രാളം മാത്രമേ ഉള്ളൂ പ്രശ്നം. നല്ല ബ്ലോക്ക് വരുമ്പോൾ ഞാൻ ഇറങ്ങി ഓടിക്കളയുവേ. ആ ബ്ലോക്കിൽ വരുമ്പോഴേ ഞങ്ങൾ ഇറങ്ങി ഓടിക്കളയും. എന്നാ റിലാക്സ് ആയിട്ട് ഇരുന്നോ, കൂളായിട്ടിരുന്നോ. അല്ല ഇറങ്ങി ഓടും. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഓടിക്കളയും. ഇല്ല, ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നത് അത് തന്നെ പറഞ്ഞു. സാറ് വൈഫിന്റെ പേരില സ്ലോ ചെയ്ത് കൊടുക്കും മേഡം. ഫ്രണ്ടിലെ കാഴ്ച ഇല്ലാത്തപ്പോ നമ്മളൊന്ന് വേഗത കുറച്ചേക്കണം. എന്നിട്ട് നമ്മുടെ സൈഡ് നോക്കി പോയിക്കൊണ്ടിരിക്കും. ചുറ്റുവട്ടം നോക്കി പാനിക് ആവരുത്. കണ്ട, ഡ്രൈവ് ചെയ്യാൻ ഇത്രയും മതി മേഡം. ലെഫ്റ്റ് സൈഡ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകാൻ മാത്രം നോക്കിയാൽ മതി. വേഗത കുറയ്ക്കുന്ന സമയത്ത് അയാൾ കടന്നിട്ടുണ്ടെങ്കിൽ വേഗത കുറയ്ക്കണം. കണ്ട, ഇനി അവരെ പോകാൻ അനുവദിക്കണം. കഴിഞ്ഞു. നമ്മൾ നീങ്ങി ചെന്നോണ്ടിരിക്കും. ഓക്കെ, എതിരെ വരുന്ന ആളെ നോക്കരുത്. ലെഫ്റ്റിൽ കണ്ട നമുക്ക് സ്ഥലമുണ്ട്, ഒഴിഞ്ഞു മാറുകയും വേണ്ട. ആ വേഗത കുറച്ച് ആ സ്ഥലം യൂസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോഴും ധൃതി തന്നെയാണ്. പറക്കാനാ നോക്കുന്ന വണ്ടിയും കൊണ്ട്. പറക്കരുത് മേഡം. സ്പീഡ് കുറച്ചു പോ. പറന്നു പോകുന്ന ആളല്ല ഡ്രൈവർ, സേഫ് ആയിട്ട് പോകുന്ന ആളാ ഡ്രൈവർ. ആ ചേച്ചിയെ മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അവരെ വണ്ടി തട്ടരുത്. ആ സ്കൂട്ടർ കഴിയുമ്പോൾ ഒന്ന് ഒതുക്കി നിർത്തി തരുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കൊടുക്കും. സൈഡ് ഒതുക്കി നിർത്തുക. ഇവിടെ തന്നെ സൈഡ് ഒതുക്കി നിർത്തുക. ലെവലാക്കി നിർത്തി കൊടുക്കുക. ലെവലായിട്ടില്ല. വണ്ടി ഇപ്പൊ ഇങ്ങനെ ചരിഞ്ഞല്ലേ മേഡം നിൽക്കുന്നത്. എങ്ങോട്ട് ലെവലാക്കണം? അപ്പോൾ ഇതിന് റൈറ്റിലേക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പൊ അതെ ഇങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അതെ, ഇനി നിൽക്കട്ടെ ഒന്ന് നോട്ടിലാക്കി സമാധാനമായിട്ട് ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്യും. ഓക്കെ അല്ലേ? പ്രസ് ചെയ്യണ്ട, ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യാം. അന്ന് തട്ടാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ തിരക്ക് കണ്ടപ്പോൾ മേഡം ധൃതിയിൽ പോകാൻ നോക്കിയതുകൊണ്ടാണ് വണ്ടി തട്ടുന്നത്. മേഡം ധൃതിയില്ലായിരുന്നെങ്കിൽ അവിടെ വേണമെങ്കിൽ നിർത്തിക്കോ. അപ്പോൾ മേഡത്തിന് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ വണ്ടിയുടെ വേഗത കുറച്ച് തന്നെ നിർത്തിക്കോ, എന്നിട്ട് പോവാം നമുക്ക്. ഒരിക്കലും അതിനിടയിൽ കൂടെ കടന്നു പോകാമെന്ന് വിചാരിക്കരുത്. ധൃതി കാണിക്കരുത്. ഓക്കെ ആണ്. ആ ധൃതി ഒഴിവാക്കാമെങ്കിൽ മേഡത്തിന് ഒറ്റയ്ക്ക് ഇന്ന് തന്നെ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് ഒരു ഭാരമായിട്ട് കിടക്കും. അപ്പൊ വെപ്രാളം വേണ്ട. മേഡത്തിന് വേറെ പോരായ്മ ഒന്നുമില്ല. വീണ്ടും നമുക്ക് പോവാം. റൈറ്റ് ഇൻഡിക്കേറ്റർ സമാധാനമായിട്ട് ഇൻഡിക്കേറ്റർ എവിടെയാണെന്ന് ആലോചിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ വണ്ടി ഇപ്പൊ എങ്ങനെയാണ്? ന്യൂട്രലിൽ നിന്ന് മാറ്റണം, ഡ്രൈവിലേക്ക് മാറും. ഒരു ക്ഷമ, അത് ഇവിടെ നോക്കാനൊരു ക്ഷമ കാണിച്ചാൽ മതി. ഡ്രൈവ് എവിടെയാണ്, ന്യൂട്രൽ എവിടെയാണെന്ന് ഇതൊന്ന് ന്യൂട്രലാക്കിക്കുക. വേണ്ട, റിവേഴ്സിലേക്ക് ആക്കിക്കുക. ഓക്കെ, ന്യൂട്രലാക്കിക്കുക. ഡ്രൈവിലേക്ക് മാറിക്കുക. ഓക്കെ, ന്യൂട്രലാക്കിക്കുക. ഡ്രൈവ് ആക്കുക. നമുക്ക് പോവാം. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക്. ഇല്ല. ഫ്രണ്ടിലേക്ക് നോക്ക്. ഇനി ബാക്കിൽ ഒരു വിഷ്വൽ ഇല്ല. ഫ്രണ്ട് നോക്ക്. ഫ്രണ്ടിൽ വന്നോട്ടെ. ഇതേ നമ്മൾ ഈ സൈഡിൽ കൂടെ, നമ്മൾ അവൻ്റെ വഴിയിലോട്ട് കയറുന്നില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് നീങ്ങാൻ പോവുക. തിരിയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ.
ഫ്രണ്ട് നോക്ക്. ഈ ഉള്ള സ്ഥലത്തൂടെ നീങ്ങ്. ഈ ഉള്ള സ്ഥലത്തൂടെ നമ്മൾ ഇങ്ങോട്ടല്ലേ പോകുന്നത്. ആക്സിലേറ്റർ വേണ്ട മേഡം. വേണ്ട, ഇത്ര സ്ഥലം യൂസ് ചെയ്യാമല്ലോ. അതിനുള്ളിൽ ബാക്ക് ക്ലിയർ ആവും. ക്ലിയർ ആയില്ലേ? അപ്പം നീങ്ങട്ടെ. മാം പിന്നിൽ നോക്കി ഓടിക്കരുത്. അയാൾക്കുള്ള ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അയാൾ ഒരുപാട് ദൂരെയല്ലേ. കുറേശ്ശെ റോഡ് ലൈനിലോട്ടാകും. ഓക്കെയാണ്. ഒന്നുകൂടെ സൈഡ് ഒതുക്കി നിർത്തിക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ട് സൈഡ് ഒതുക്കി. ഇതിപ്പോൾ കണ്ട സൈഡ് ഒതുങ്ങി വരുന്നുണ്ട്. ഇനി അതിനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇല്ലേ സൈഡിലേക്ക് തന്നെ പോവും. തിരിഞ്ഞ് വാ. ലെവലായി എന്ന് തോന്നുമ്പോൾ നിർത്തിയത്. ഓക്കെയാണ്. പുറത്തിറങ്ങാം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. ആ റോഡിലേക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. നോക്ക് മേഡം തന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി. കണ്ട റൈറ്റ് ഇട്ടു. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക്. ഒരുപാട് ദൂരത്ത്. മേഡം ഫ്രണ്ടിലേക്ക് സ്ഥലം ഉണ്ടോ നോക്ക്. എന്തെങ്കിലും തട്ടാനുണ്ടോ? അപ്പൊ ഇങ്ങനെ തന്നെ നീങ്ങട്ടെ. പിന്നിലേക്ക് പിന്നെ നോക്കി ടെൻഷൻ ആവരുത്. ആ ടെൻഷൻ ഞാൻ മാറ്റിത്തരാം. മുന്നിലേക്ക് നോക്ക്. ഇങ്ങനെ തന്നെ നീങ്ങട്ടെ. കണ്ടല്ലോ, ഒരു ഇത്തിരി റോഡിലേക്ക് ആക്കി കൊടുത്തേ. നോക്കരുത്. ഇച്ചിരി ആയിട്ട് ഇവിടുന്ന് അകത്തി കൊണ്ടുവന്ന് വണ്ടി തന്നെ കണ്ട ലൈനിനകത്ത് കയറി. കണ്ട ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് ഒതുക്കി നിർത്തിക്കുക. പതിയെ മതി. ലെവൽ ചെയ്ത് നിർത്തിക്കുക. കാട്ടിലേക്കാണ് പോകുന്നത്. ലെവൽ ചെയ്ത് നിർത്തിക്കുക. നിൽക്കട്ടെ. ഓക്കെ അല്ലേ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക്. നിയർ ഉണ്ടെങ്കിൽ മാത്രം നീങ്ങണ്ട. ഇപ്പം നിയർ വണ്ടികളുണ്ട്, ശരിയല്ലേ? ഇനി ഉണ്ടാ? ഇല്ല. അപ്പം നീങ്ങട്ടെ. ഫ്രണ്ട് നോക്കി കുറേശ്ശെ മാറി വന്നേ. ആ ലോറിയുടെ അടുക്ക് എത്തുന്നതിന് മുമ്പ്. ആക്സിലേറ്റർ വേണ്ട മേഡം. ഇപ്പോഴും മാം ആക്സിലേറ്റർ കൊടുത്ത് പുറത്ത് പോകാനാണ് നോക്കുന്നത് വണ്ടിയും കൊണ്ട്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്. ഒതുക്കി നിർത്തിയത് ഇവിടെ. നേരെയാക്കി കൊണ്ടുപോകാം. മതിലിൽ പോവാത്ത രീതിയിൽ വണ്ടിയെ ലെവൽ ചെയ്ത് നിർത്തും. ഓക്കെ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. മാം ആക്സിലേറ്റർ കൊടുക്കാൻ ശ്രമിക്കരുത് വണ്ടിയിൽ. ഓക്കെ. ആക്സിലേറ്റർ നമുക്ക് എപ്പോഴാണ് വേണ്ടത്? ഫ്രണ്ടിൽ ഓപ്പൺ ആണ്, ഫ്രീ ആയിട്ട് ഓടി പോകാമെന്ന് തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കാനാണ്. അല്ലാതെ ആക്സിലേറ്ററിൻ്റെ ആവശ്യമുണ്ടോ? വണ്ടി ബ്രേക്കിൽ തന്നെ മുന്നോട്ട് മൂവ്മെൻ്റ് എടുത്ത് മിറർ നോക്കരുത്. ഇപ്പോളെ ആ ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കുറേശ്ശെ വണ്ടി ലൈനിൽ കയറിക്കോളും. പിന്നിൽ വരുന്നവൻ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ അങ്ങനെ കയറി പോയിക്കൊണ്ട് ആക്സിലേറ്റർ വേണ്ട. എപ്പോഴും ആക്സിലേറ്ററിലാണ് കാല് വെച്ചിരിക്കുന്നത്. കണ്ട ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതാ മേഡത്തിൻ്റെ ഉള്ളിലെ ടെൻഷനാണ് അത്. ലൈനിൽ കയറിയില്ലേ? ഇനി ആക്സിലേറ്റർ കൊടുക്കാമല്ലോ. കൊടുത്തു. ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ചെയ്തേക്ക്. ഇനി നമുക്കത് ആവശ്യമില്ല. ഓക്കെയാണോ? മിനിമം വേഗത്തിൽ പോയാൽ മതി. വലിച്ചു വിടണ്ട. സ്പീഡ് വേണ്ട നമുക്ക്. ഓരോ ടേണിങ് വരുമ്പോഴും മേഡം എതിരെ ഒരാളെ പ്രതീക്ഷിച്ചോ. ഓക്കെ. ആ കാല് വെറുതെ ഒന്ന് ബ്രേക്ക് കൊണ്ടുവന്നു. അപ്പം പാനിക് ആവില്ല നമ്മൾ. എന്നിട്ട് നമ്മുടെ സൈഡ് മാത്രം നോക്കി തിരിഞ്ഞു കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? പിന്നിൽ വരുന്നവനെ പറ്റി ആലോചിക്കണ്ട. കണ്ട അവൻ കടന്നു പോയിക്കൊണ്ടിരുന്നോളൂ. തിരക്കാണെന്ന് തോന്നുമ്പോൾ ബ്രേക്കിലേക്ക് ഒന്ന് കാല് കൊണ്ടുപോകും. അയാൾ ബ്രേക്ക് ചെയ്ത് കണ്ട അവിടെ ഒരു കട്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ ബ്രേക്ക് ചെയ്തത്. മേഡം അതുപോലെ ബ്രേക്കിലൊന്ന് കൊണ്ടുപോകാം. ഓക്കെ. ആവശ്യം കഴിഞ്ഞു. നീങ്ങട്ടെ. ടേണിങ് വരുമ്പോൾ എതിരെ ഒരാളെ പ്രതീക്ഷിച്ചാൽ മാത്രം മതി. നമ്മുടെ സൈഡ് നോക്കിയിട്ട് കാല് ബ്രേക്കിൽ കൊണ്ടുപോകാം. ബ്രേക്കിൽ വാങ്ങാം. എന്നിട്ട് സമയമെടുത്ത് തിരിഞ്ഞു വാങ്ങാം. മേഡം അങ്ങനെ ചെയ്യുന്ന അത്രയും കാലം പുറകിലുള്ള ആൾ മേഡത്തിനെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നോളും. അയാൾ മേഡത്തിന് ഒന്നും ചെയ്യാൻ വരില്ല. ഇവിടെ തട്ടാതിരിക്കാനുള്ള അകലം എടുക്ക്. ഇങ്ങോട്ടാണ് മേഡം ഇപ്പോൾ കൊണ്ടുവരുന്ന വണ്ടിയെ. ഒന്ന് നിർത്തി കൊടുക്കും. ഓക്കെ. ഇവിടുന്ന് ഒഴിഞ്ഞു മാറാമല്ലോ. കുറച്ചായിട്ട് മാറട്ടെ. അങ്ങനെ തന്നെ. ആക്സിലേറ്റർ വേണ്ട. ബ്രേക്കേ കാല് വയ്ക്കും. കണ്ട അങ്ങനെ പേടി തോന്നുന്നിടത്ത് ബ്രേക്കിൽ മാത്രം കാല് വയ്ക്കും. പോട്ടെ. ഇത്രയും നാള് ഞങ്ങൾ ജോലി ചെയ്തതിനിടയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. വെപ്രാളം മാത്രമാണ് കുഴപ്പം. നമ്മുടെ സൈഡ് മാത്രം നോക്ക്. ലെഫ്റ്റ് സൈഡിലേക്കും വണ്ടി പോകണ്ട. ലെഫ്റ്റിൽ നിന്ന് അകന്നും പോകണ്ട. ഓക്കെ. മാഡം ബാക്ക് നോക്കിയാൽ മാത്രമേ ടെൻഷൻ ആകത്തുള്ളൂ. ബാക്ക് നോക്കണ്ട. ഇപ്പൊ പോരെ? അല്ല ഇപ്പൊ ഞാൻ നോക്കിക്കോളാം. പോരെ? ഗ്യാരണ്ടി പോരെ? ബാക്കിൽ വരുന്ന എന്തും ഞാൻ നോക്കിക്കോളാം. തിരുവനന്തപുരത്ത് കൊടുത്ത പ്രയോഗിച്ചാലോ? 1,27,000 രൂപയുടെ ചരടാ. അങ്ങനെ ഒരു ചരടുണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ മാറ്റാറായിട്ട്. 1,27,000 രൂപയാകും അതിന്റെ ചെലവാതെ. അല്ലെങ്കിൽ ആ മിറർ ഞങ്ങൾ അടച്ചു വെക്കും. റൈറ്റ് സൈഡില് അടച്ചു വെക്കണ. ആ എങ്കിൽ നോക്കാതിരിക്കും.
എന്തിനാ പുറകെ നോക്കിയാണ് നമ്മൾ ഓടുന്നത്, മുന്നിൽ നോക്കിയല്ലേ ഓടേണ്ടത്. ഒരു കാറുണ്ട്, ശരിയല്ലേ? അത് പോയില്ല എങ്കിൽ അതിനെ കടക്കാനുള്ള സ്പേസ് എടുത്തോണം. അപ്പൊ വേണമെങ്കിൽ റൈറ്റ് സൈഡ് മിറർ നോക്കാം. വേണം കണ്ട, അവൻ വേഗത കുറയ്ക്കുക, അപ്പൊ ബ്രേക്കിൽ പോവാം. എന്നിട്ട് റൈറ്റ് സൈഡ് മിറർ നോക്ക്, എന്നിട്ട് മാറിയില്ല. ഇനി നീങ്ങരുത്, ബ്രേക്ക് ചെയ്ത് കൊടുക്കും, നിന്ന് കൊടുക്കും. ഓക്കെ അല്ലേ? നേരത്തെയാണ് നമുക്ക് ഒഴിഞ്ഞു മാറി പോകാൻ വരുന്നതിന്. ഇനി മിറർ നോക്കിയാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മിറർ നോക്കും മാഡം, റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, റൈറ്റിലേക്ക് ടേൺ എടുക്കും, തിരിക്കും, മതി. ഇതിനെ ഒഴിഞ്ഞു മാറി തോന്നുമ്പോൾ നേരെയാക്കുക. ആക്സിലേറ്റർ കൊടുക്കരുത്. ക്ഷമ ക്ഷമ ക്ഷമ. കഴിഞ്ഞില്ലേ? ഇനി അവിടെ നോക്കരുത്, നമ്മുടെ ലൈനിലാണ് നമ്മൾ പോകുന്നത്. ശരിയല്ലേ? ശരിയാണ്, പക്ഷെ പറ്റുന്നില്ല. നമുക്ക് ഇപ്പൊ പറ്റിക്കാം. മേഡം ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് ചെയ്തു. ഇങ്ങനെ ഇരുന്ന് തന്നാ മതി, ഇപ്പൊ ഇരിക്കുന്ന ആളായിട്ടൊന്ന് ഇരുന്ന് തന്നാ മതി. ഫ്രണ്ടിൽ ഓപ്പൺ ആണ്, പോകാമെന്ന് തോന്നിയാൽ മാത്രം ആക്സിലേറ്റർ. ഇത് കണ്ട കാണാൻ പറ്റുമോ? ഇല്ല. ആക്സിലേറ്റർ ഒന്ന് കാല് മാറ്റി തരും. ഇതേ കാഴ്ച കിട്ടി, അപ്പോഴേ ആക്സിലേറ്റർ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ നോക്കി, ഒരു ബെൻഡ് ആണെന്ന് കാണുമ്പോൾ ആക്സിലേറ്റർ ഒന്ന് ഫ്രീ ആക്കി കൊടുത്തേക്കണം. പിന്നെ ഓപ്പൺ ആയി എന്ന് തോന്നുമ്പോൾ ആക്സിലേറ്റർ യൂസ് ചെയ്തു. പിന്നെ കണ്ട അടുത്ത ബെൻഡ് വന്നു, ആക്സിലേറ്റർ ഒന്ന് റിലീസ് ചെയ്ത് തരും. ആ റിലീസ് ചെയ്യുന്ന സമയത്തെല്ലാം അത് ബ്രേക്കേ കൊണ്ടുവന്ന് തരും. അപ്പൊ പാനിക് ആയാലും ബ്രേക്കേ ചവിട്ടുള്ളൂ. അയാളെ കുറിച്ച് ആലോചിക്കരുത്. ഈ സൈഡ് ഇവിടെ നമ്മുടെ സ്ഥലമാണ്, ഇവിടെ വന്നിടിക്കുന്നത് അയാളുടെ തെറ്റുകൊണ്ടേ ഇടിക്കുള്ളൂ. ഞാൻ എത്ര സൂക്ഷിച്ചു പോയാലും എതിരെ വരുന്ന ആൾ കൊണ്ടുവന്ന് ചിലപ്പോൾ ഇടിച്ചെന്നിരിക്കും നമുക്കിട്ട്. അത് നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല. നമുക്ക് അയാളെ മര്യാദ പഠിപ്പിക്കാനും പറ്റില്ല. നമ്മുടെ ഭാഗം ന്യായം ഉണ്ടായിരിക്കണം, അതിന് നമ്മൾ നമ്മുടെ സൈഡിലായിരിക്കണം. ഈ പറഞ്ഞ ഒരു പോരായ മേഡത്തിനില്ല കേട്ടാ. ഈ ചെക്കനെ തട്ടരുത്, അത്രേ ഉള്ളൂ. അവന്റെ അടുത്ത് പോവാതെ നോക്കിയാൽ മതി വണ്ടി. പിന്നിലേക്ക് എന്നാലും ഒന്ന് നോക്കണം അല്ലേ? അതിനെ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കുള്ള ഒരു വിഷ്വൽ നമുക്ക് കിട്ടണം. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെ കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതിനുള്ള ക്ഷമ വേണം ഇപ്പൊ കാണിക്കണം. ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറാണ്, അയാൾക്ക് ഓടി മാറാം. നമുക്കതില്ലാത്തത് കൊണ്ട് മുന്നിലെ വിഷൻ കിട്ടുന്നത് വരെ അതിന്റെ പിന്നിൽ വെയിറ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡായിരിക്കണം. അതിപ്പോൾ ഇതുപോലൊരു കാഴ്ചയുള്ള റോഡാണെങ്കിൽ നമുക്ക് അവനെ ഓടിപ്പോവാം. അല്ലാത്ത സമയത്ത് എല്ലാം വെയിറ്റ് ചെയ്ത് അവൻ്റെ പിന്നിൽ സമയം കളഞ്ഞേക്കണം. നമുക്ക് സേഫ്റ്റി ആവല്ലത് അവിടെ. പേടിക്കരുത് കേട്ടാ. വേഗത മാത്രമേ കുറയ്ക്കാവുള്ളൂ. അവൻ അവൻ്റെ വഴി കൂടെ പോയിക്കോളും. ഇപ്പൊ പോയതാ പേടി തോന്നുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല മാം, വേഗത കുറച്ചോ. അപ്പോൾ ആ പേടി കുറയും. സ്ഥലമുണ്ടോ ഇല്ലയെന്ന് അറിയാനും പറ്റും. ആലോചിക്കാൻ വേണ്ടതിന് സമയം കൂടുതൽ കിട്ടും. ഇവിടെ ഇലക്ഷന് ലോക്കൽ സമ്മേളനം നമുക്കൊന്ന് ഒതുക്കി നിർത്താം. ഇൻഡിക്കേറ്റർ വെച്ച് ഇത് ആ സ്പേസ് ഉള്ള സ്ഥലത്തായിട്ട് ഒതുക്കി നിർത്തും. വീതിയുള്ള സ്ഥലം കണ്ട മുന്നിൽ. ഇതല്ല അവിടെ കണ്ട ആ സ്ഥലം കറക്റ്റായിട്ട് യൂസ് ചെയ്യും വേണം. ബ്രേക്ക് യൂസ് ചെയ്തിട്ട് ഇതിനനുസരിച്ച് ബെൻഡ് ചെയ്യണം. എന്നിട്ട് ഇതിനനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുക്കും. ഇനി ബെൻഡ് ആവരുത് വണ്ടി. ലെവൽ ചെയ്ത് ലെവലായി എന്ന് തോന്നുന്നിടത്ത് ബ്രേക്ക് ചെയ്ത് നിർത്തിയത്. ഓക്കെയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കും. വീണ്ടും മൂവ്മെന്റ് എടുക്കാം. ബാക്കിൽ വണ്ടി ഉണ്ടോ? അപ്പം നീങ്ങരുത്. ഇനി നീങ്ങാൻ പറ്റുമോ? അപ്പോൾ പോട്ടെ. ഫ്രണ്ട് നോക്കി കുറേശ്ശെ ആക്സിലേറ്റർ വേണ്ട. കിട്ടിയില്ലേ? ലെവലാക്കി വാ. ഇവിടെ മാത്രം ലെവൽ ചെയ്യും. ഓക്കെയാണോ? ഇനി നീങ്ങാവോ? അപ്പോൾ പോട്ടെ. ഇത് ഇത്രയും ക്ഷമയുണ്ടെങ്കിൽ മേഡത്തിന് ഈ വണ്ടി ഓടിച്ചോണ്ട് നടക്കാം. അവരെന്ത് വിചാരിക്കും എന്ന് ആലോചിക്കുന്ന മേഡത്തിൻ്റെ കുഴപ്പം. അവരും തട്ടുമോ? അവർ പോവുമോ? അത് വേണ്ട. എനിക്ക് വല്ലതും പറ്റിയാലും അവരെ പോയി ഞാൻ ഇരിക്കേണ്ടെന്നൊരു തോട്ടം. ഇയാളെ മാത്രം പ്രൊട്ടക്ട് ചെയ്ത് ഈ വളവെടുത്ത് പോയിക്കോണം. എതിരെ നോക്കരുത്. എതിരെ മേഡത്തിന് സ്ട്രൈറ്റ് ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാൽ വേഗത കുറച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടാന്നേ? ഒരു കുഴപ്പമില്ല മേഡം, നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷെ ഓടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മേഡത്തിന്റെ അത് ചിന്താഗതിയാ കുഴപ്പമൊന്നേ. ഇങ്ങനെയൊന്നും കൊണ്ടുപോകാനും പറ്റത്തൊന്നുമില്ല. നിർത്തി പോകണം വണ്ടി. പക്ഷെ മേഡത്തിനൊരു കുഴപ്പമില്ല. ഇപ്പൊ കണ്ട ആ ലോറി ഇങ്ങ് കയറിയാ വരുന്നത്. ഇപ്പൊ വേഗത കുറച്ച് കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് വേണം നിർത്താൻ റെഡി ആയിക്കും. കണ്ട, ആലോചിക്കാൻ സമയം കിട്ടിയില്ലേ? എങ്ങോട്ട് മാറണമെന്ന് കിട്ടിയില്ലേ? ഇത്ര സമയം അങ്ങ് കളഞ്ഞേക്കുന്നേ. സ്പീഡ് വേണ്ട മാം. ഇവരെ പ്രൊട്ടക്ട് ചെയ്യും. അല്ലാതെ ലോറി അല്ല. ഇവരെ പ്രൊട്ടക്ട് ചെയ്തേക്കണം.
കണ്ടാ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മൾ തട്ടാതെ. തട്ടരുത്. അവരെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ലെങ്കിൽ വേഗത കുറച്ച് നിർത്തി അവരെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കൊണ്ടേ പോകത്തുള്ളൂ. മനസ്സിലായോ? ലെഫ്റ്റോ റൈറ്റോ? നമ്മള് മെയിൻ റോഡ് ലെഫ്റ്റ് പോട്ടെ, ഇൻഡിക്കേറ്റർ ഇട്ടോളൂ. ഓക്കെ അല്ലേ? മെയിൻ റോഡ് നേരത്തെ തലയിൽ കയറ്റി വെച്ച് ശംഭുവേ, അതെ, നേരത്തെ തലയിൽ കയറ്റി വെച്ച് മെയിൻ റോഡാണ്. ഫില്ല് ചെയ്ത് വന്ന വണ്ടി കുറേശ്ശെ അങ്ങനെ അങ്ങനെ അത് തന്നെ കുറേശ്ശെ നീങ്ങട്ടെ. മതി, ഇനി തിരിക്കണ്ട, കുറേശ്ശെ നീങ്ങട്ടെ മോളെ. തിരി നീങ്ങും മോളെ. തിരിക്കണ്ടേ മാം? തിരിക്കണ്ട, കണ്ട കുറേശ്ശെ. ഇനി ബ്രേക്ക് ചെയ്ത് പോവാം. ആ, സമയം എടുത്ത് ലെവൽ ചെയ്ത് കൊണ്ടുപോവാം. ബ്രേക്കേ തന്നെ കാലുപോയി. ഈ ബൈക്കിനെ തട്ടാതിരിക്കാനുള്ള അകലം എടുക്കും. കണ്ട, സമയം എടുത്തോ. മാം റൈറ്റ് സൈഡാ നോക്കുന്നത്. ശ്വാസം വലിച്ചു പിടിച്ചിരിക്കുക. ആ മുഖത്തിന്റെ കളറ് മാറി, ഇപ്പൊ ചുവന്ന കളറായി. മാം ടെൻഷൻ ഇല്ലാതിരിക്കുക കേട്ടാ, ഫ്രീ ആയിട്ട് കൂളായിട്ടിരിക്കും. നമുക്ക് ഉച്ചക്ക് മട്ടൻ ബിരിയാണി കഴിക്കണ്ടേ? അത്രയും വേഗത വേണ്ട ആ വളവില്, അത്രയും പ്രഷറും ചെയ്യണ്ട കയ്യിൽ. മാഡത്തിന്റെ കാലിൽ അതിന്റെ കൺട്രോൾ ഇരിക്കുന്ന ബ്രേക്കിൽ. മാഡത്തിന് ആ ബ്രേക്ക് യൂസ് ചെയ്ത് ഇതിനെ എത്ര വേണേലും കൺട്രോൾഡ് ആകാം. പിടികിട്ടുന്നുണ്ടോ? ദിശ നമുക്ക് എപ്പോ വേണേലും മാറ്റാം, നിർത്തിയിട്ട് വേണേലും ഒഴിവാക്കി കൊടുക്കാം ഒരാളെ. ഇപ്പൊ ഈ പിള്ളേരെ കണ്ട, നമുക്ക് അവരുടെ പുറകിൽ നിർത്തിയിട്ടാണെങ്കിലും നമുക്ക് ഒഴിഞ്ഞു മാറിപ്പോവാം അവനെ തട്ടാതെ. മാഡം ട്രാഫിക്ക് വരുമ്പോഴും അതേ ചിന്തിക്കാവുള്ളൂ. മാഡം ഇവിടെ ഉള്ളവനെ തട്ടാൻ മാറാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ പുറകിലായിട്ട് നിന്നോ, എന്നിട്ട് ആ തടസ്സം കഴിയുമ്പോ പോയിക്കോ. അതിനാ ഞാൻ പറഞ്ഞത്, നേരത്തെ അവരെ ഒന്ന് അറിയിക്കണം നമ്മള്. അതിനാ നേരത്തെ ഒന്ന് ബ്രേക്ക് പ്രസ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഇപ്പൊ ട്രാഫിക്കാന്ന് കാണുമ്പോൾ മാഡം ബ്രേക്കിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ അവർക്കറിയാം മാഡം ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അവനും അതിനനുസരിച്ച് അലർട്ടായിട്ടേ പുറകെ വരുവുള്ളൂ. അല്ലാതെ നമ്മൾ ആ സമയത്ത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയാൽ അയാൾ കൊണ്ടുവന്നിരിക്കും നമുക്കിത്. ഇനി മാഡം ഓടിച്ചില്ല ഞങ്ങൾ ഇടിക്കും. നേരത്തെ സാറിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ ഞങ്ങളെ കൂടെ പേടിക്കേണ്ടി വരും മാഡം. പുറകെ കയറിയിരിക്കും ഞാൻ. വേണ്ട, മാഡം തന്നെ ഓടിച്ചോട്ടെ. മാഡം നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. അല്ല മാഡം എന്നെ ദത്തെടുക്കേണ്ടി വരും മാം, ജോലിക്ക് പോകാനായിട്ട്. ഞാൻ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്നോളാം മാം. കുഴപ്പമില്ല മാം. ഇപ്പൊ മാമിന്റെ മുന്നിൽ കാണേണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന രണ്ട് വണ്ടി തടസ്സം കണ്ട, അഡ്വാൻസ് ആയിട്ട് അവർക്ക് വേണ്ടുന്ന സ്ഥലം കുറച്ചെടുത്തോ കണ്ട, എന്നിട്ട് കവർ ചെയ്ത് പൊയ്ക്കോ. പതിയെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവന്നേക്ക് വണ്ടിയെ. നമുക്ക് ലെഫ്റ്റിലാണ് തടസ്സം കിടക്കുന്നത്. റൈറ്റ് സൈഡിലെയും പുറകിലെ ആൾക്കാരെ നമ്മൾ നോക്കണ്ടേ ആവശ്യമില്ല. വരുന്നവൻ അവന്റെ ലെഫ്റ്റ് നോക്കിയാ വരുന്നത്, അവൻ അങ്ങ് പൊയ്ക്കോളും. നമ്മുടെ ലൈനിലേക്ക് കയറുമ്പോൾ നമ്മൾ നിർത്തി കൊടുത്തേക്കണം. ഇവിടെ മാത്രം നോക്കും മാം. ഈ സൈഡിൽ വണ്ടി റോഡിൽ നിന്ന് പുറത്തും പോകരുത്, റോഡിൽ നിന്ന് വൈഡും ആവരുത്. ആര് വേണം. ഇപ്പൊ നമുക്ക് അത് ആ ബൈക്കുകാരനാണ് തടസ്സം. അയാളെ തട്ടാതെ നോക്കുക, പുറകോട്ട് നോക്കണ്ട. അയാളെ തട്ടാതെ ഇച്ചിരി സ്ഥലം എടുക്കുക. അല്ല, പുറകിൽ വന്നവൻ മാഡത്തിനെ കവർ ചെയ്തോണ്ടിരിക്കും. കണ്ട, ഇത്രേ ഉള്ളു കാര്യം. ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടിയാ. ഇപ്പൊ തീ കുഴി കണ്ട മാം, സമയത്താണ് കണ്ടത്, ഒഴിഞ്ഞു മാറണം. അപ്പം മാഡം മിറർ നോക്കണം. സമയത്ത് കണ്ട് കൂടുതൽ മാറേണ്ടി വരും. അപ്പം മിറർ നോക്കി ബാക്ക് സേഫ് ആണെങ്കിലേ നീങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ നീങ്ങണ്ട, അവിടെ നിർത്തിയേക്കണം. ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടിയാ. ബ്രീത്ത് എടുക്കുന്ന എനിക്ക് കേൾക്കാം. ഇവിടെ എന്റെ ശ്വാസം കൂടെ വലിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഓക്സിജൻ കുറവാ കിട്ടുന്നത്. കുറേശ്ശെ മാറിക്കൊടുത്തോണ്ടിരിക്കും. ഒന്നുമില്ല കണ്ട. ഇപ്പോഴും മാം എന്താ ചെയ്ത, പെട്ടെന്ന് സൈഡാക്കാൻ നോക്കി വണ്ടി. അങ്ങനെ ചെയ്യരുത്. ഇതിലൊന്നും പെട്ടെന്നില്ല. എന്തിനാ എന്റെ മാം ഓടിക്കാൻ അറിയാൻ മേലാത്തവനെ എൽബോർഡ് ഒട്ടിക്കേണ്ടത്. മാമിന് ഓടിക്കാൻ അറിയാം. മാം ഒന്നും കൊണ്ട് ആലോചിക്കണ്ട. എൽബോർഡ് ഒട്ടിച്ച് മറ്റേ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോകുമ്പോ എന്തോ ഹോൺ അടിയാ പുറകെ വന്ന് ഓർക്കുന്നുണ്ടാ? അത് തന്നെ നടക്കും ഇവിടെ. സ്ലോ ചെയ്തു വേണ്ട, പോകാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് നീങ്ങിക്കോ. അപ്പോഴും സഡൻ ആയിട്ട് ആക്സിലേറ്റർ കൊടുത്ത് നീങ്ങണ്ട. വണ്ടിക്ക് പതിയെ ഒരു മൂവ്മെന്റ് എടുത്തിട്ട് ഫ്രണ്ട് ഓപ്പൺ ആവുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്താൽ മതി വണ്ടിക്ക്. നോക്ക്, അയാൾക്ക് വേണ്ടുന്ന സ്ഥലം ഇപ്പോഴേ എടുത്തോണം. അല്ലെങ്കിൽ ഒരു ഹോൺ അടിച്ച് അയാളെ അറിയിച്ചോണം ഞാനുണ്ട് ബാക്കിലെന്ന്. വലിയ ജംഗ്ഷൻ ആയിക്കോട്ടെ മാം, അതെടുത്ത് തലേ വെക്കണ്ട. 4 ചുറ്റിനും വണ്ടി വരും മാം, പാനിക് ആവാതിരുന്നാൽ മതി. ടെൻഷൻ ആണെന്ന് തോന്നിയാൽ ബ്രേക്കിലേക്ക് കാല് വെച്ചോണം, എന്നിട്ട് വണ്ടിയെ നിയന്ത്രിച്ചോണം സ്ലോയിൽ. ആര് ഹോൺ അടിച്ചാലും അത് മൈൻഡ് ചെയ്യരുത്. നമ്മുടെ സേഫ്റ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യം.
വന്നോട്ടെ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതെടുത്ത് തലയിലിടാതെ മാം. പോകാനുള്ള സ്ഥലം ഉണ്ടോ നോക്ക്. ഇല്ല എന്ന് തോന്നിയാൽ ബ്രേക്കിൽ ഞെരുക്കിയത്. മാം ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് മേഡത്തിൻ്റെ കൂടെ ഇരിക്കുക. എനിക്ക് റിസ്ക് ഉണ്ടെന്ന് തോന്നിയാൽ ഞാൻ അങ്ങനെ ചെയ്യുവോ? എങ്ങനെയാ ഒരു കണക്ക് കിട്ടുന്നത് ഈ വണ്ടിക്ക് സ്പേസ് ഉണ്ടോ? എനിക്ക് അത് ഇതുവരെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നത് അത്. ആണോ? ആ, ഞാനത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മാഡം അത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് അവിയലാക്കി കളയും. മാം അത് സൈഡ് ജഡ്ജ് ചെയ്തില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരില്ലേ? മാഡം കൃത്യമായിട്ട് സൈഡ് ജഡ്ജ് ചെയ്യുന്നുണ്ട്. വേണ്ട, എനിക്ക് ഞാനത് ഊഹത്തിലാ കൊണ്ടുപോണേ. ആ ഊഹം കറക്റ്റാണ്. പിന്നെ ആ വണ്ടിയുടെ ഡിക്കിക്കകത്ത് വരെ രണ്ടുപേരാ ഹോൾട്ട് ആയിട്ടുണ്ടത്. കുത്തി നിൽക്കുക വണ്ടിയിലോ. ഇവിടെ നോക്കി നോക്കി തിരിഞ്ഞു പോവാ സമാധാനമായിട്ട്. കൂടുതൽ വൈഡും ആവണ്ട, ഒരുപാട് നിയറും ആവണ്ട. ആ കുഴി ഒഴിവാക്കണമെങ്കിൽ ആ സമയത്ത് ഒഴിവാക്കാമായിരുന്നു. തിരിഞ്ഞു വന്നപ്പോൾ ഒഴിവാക്കാമായിരുന്നു. ഇനി പിന്നിലേക്ക് നോക്കി ഇരിക്കരുത്, മുന്നിൽ മാത്രം നോക്കി പോകും. മാമിന് അവിടുത്തെ സ്ഥലം യൂസ് ചെയ്യേണ്ടി വന്നാൽ മാത്രം പിന്നിൽ നോക്കി എനിക്കായാൽ മതി. വീണോട്ടെ മാം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു തുടക്കക്കാർ മാത്രം, നമുക്ക് അത്ര എക്സ്പെർട്ടൊന്നും അല്ല. നമ്മൾ അത് ഒഴിവാക്കാനൊന്നും നോക്കുമൊന്നും വേണ്ട. ഇവിടെ മാത്രം നോക്കി പൊയ്ക്കോ. വണ്ടിയല്ല വിമാനം വരെ വരട്ടെ മാം. മാമിന്റെ സൈഡ് മാത്രം നോക്ക്. അടിച്ചോട്ടെ, അത് ഹോൺ അടിച്ചോട്ടെ, മൈൻഡ് ചെയ്യണ്ട. അയാൾക്ക് സമയമുള്ളപ്പോൾ അയാൾ കയറി പോയിക്കോളും. കണ്ട, അല്ലാതെ ഹോൺ അടിച്ചെന്ന് പറഞ്ഞ ഇല്ലാത്ത സ്ഥലം നമ്മൾ അയാൾക്ക് കവർ ചെയ്ത് കൊടുക്കരുത്. അപ്പൊ നമ്മൾ പോയി കുഴിയിൽ വീഴും. ചിലരുടെ നേച്ചറാണത്, മനസ്സിലായ? ചിലർ സംസാരിക്കുന്നത് തന്നെ ചൂടാവുന്നത് പോലെയല്ലേ. അന്ന് നിർത്തി കൊടുത്തേക്ക്. അങ്ങനെ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ആക്സിലേറ്റർ വേണ്ട, സഡൻ ആയിട്ട് നീങ്ങണ്ട, പയ്യെ സമയം എടുത്ത് നീങ്ങിയാൽ മതി. എങ്ങോട്ടൊക്കെ മാറണം എന്നൊക്കെ ആലോചിച്ച് മാറിക്കും സമാധാനമായിട്ട്. ഓപ്പൺ ആയി പോകാൻ തോന്നുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്തു വണ്ടിക്ക്. അപ്പം മാമിൻ്റെ കൺട്രോളിലാണ് അത് വരുന്നത്. മാം മനസ്സ് വയ്ക്കുന്നിടത്തോട്ടേ വണ്ടി വരുള്ളൂ. മറ്റേ തലച്ചോറിനെ കൊണ്ട് ഒരുപാട് ജോലി നമ്മൾ ചെയ്യിക്കുന്നത്. വണ്ടിയുടെ കാര്യം ആലോചിക്കും, നീങ്ങണമെന്ന് ആലോചിക്കും, മാറണമല്ലോ എന്ന് ആലോചിക്കും.